ഇപ്പോൾ ധനമന്ത്രി കെൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ആ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരു സംശയത്തിന്റെ പുകമറ നിൽക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത്. KFCയുടെ ബോർഡ് ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ബോർഡ് യോഗം ചെയ്യുന്നതിന് മുമ്പ് ഈ മോണിറ്ററിംഗ്, അതായത് ഈ ലയബിലിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനമെടുത്ത് നിക്ഷേപിക്കുകയായിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്നാണ് നിയമം. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റിയാണ് സാധാരണ. ഇൻവെസ്റ്റ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും. ഇതെല്ലാം വളരെ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളാണ് ഇത്തരം ഈ ബോർഡിലൊക്കെ ഉള്ളത്. ഇതൊക്കെ KFC ഒക്കെ പൊതുവിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബോർഡാണ്. ആ ബോർഡ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നു. നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാം, ഈ ഷെയർ മാർക്കറ്റ് പോലെ തന്നെ ഈ ഡിബഞ്ചർ മാർക്കറ്റും മറ്റു മാർക്കറ്റും ഒക്കെ ഉണ്ട്. അതിനകത്ത് തീരുമാനം ഓരോ ദിവസം അല്ലെങ്കിൽ ബോർഡ് തീരുമാനിച്ച ഒരു മാസം എടുത്ത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. തീരുമാനം എടുത്തിട്ട് റാറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം. വലിയ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെയാണ്. ഇവിടെയും സർക്കാർ സ്ഥാപനമായതുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളെക്കാളും കുറച്ച് ശ്രദ്ധാപൂർവ്വം തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഡിസിഷൻ എടുത്തതിനകത്ത് തെറ്റ് ശരിയൊക്കെ വരാം. അതിനകത്തൊന്നും ഞാൻ പറയുന്നത് ഇപ്പം അവിടെ അല്ലാതെ വേറൊരു സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ലാഭം കിട്ടിയതിനേയും നഷ്ടം വരത്തില്ല എന്നൊക്കെ പറയാം. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ അന്നത്തെ നിലയിൽ ആ റേറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനത്തിൽ വേണം. മാത്രമല്ല, ഈ ഡിപ്പോസിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റേറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ്, KFCയെ സംബന്ധിച്ച ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർന്നു നിന്നാൽ മാത്രമേ നമുക്ക് അന്ന് 250 കോടിയോ മറ്റും നമ്മൾ ബൊറോ ചെയ്തു. പബ്ലിക്കിൽ നിന്ന് ബൊറോ ചെയ്യുമ്പം ആ പണം എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് റേറ്റിംഗ് ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടൂ. ഇങ്ങനെയാണ് ആ കാര്യം എടുത്തത്. അതുകൊണ്ട് അതിനകത്ത് നിയമവിരുദ്ധമായൊരു കാര്യം ആ നടപടിക്രമത്തിലുണ്ടെന്നല്ല ധാരണ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണയല്ല ഉള്ളത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പൂർണ്ണമായും കിട്ടണം. ഈ 9,000 കോടി രൂപയാണ് അന്നത്തെ നിക്ഷേപത്തിനകത്ത്. ഈ യെസ് ബാങ്ക് ഒക്കെ തകർന്ന ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് പല സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ തകർന്നിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത്. ILFS, നമ്മുടെ ഇവിടുത്തെ സ്റ്റേഡിയം ഉണ്ടല്ലോ, ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മുടെ കാര്യവട്ടത്തെ, ഈ ILFS ഒക്കെ ഒരു ധനകാര്യം പ്ലസ് ഇങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുകയും പൊതു കൺസ്ട്രക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു കമ്പനിയായിരുന്നു. നമ്മൾ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെ ILFSനെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. ILFS തകർന്നു പോയി. ആ സാമ്പത്തിക തകർച്ചയുടെ സമയത്ത് കുറേ സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ട്. ആ തകർന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതേ പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് അന്നത്തെ ബോർഡ് എടുത്തതിനകത്ത് ആ ഡിസിഷൻ അങ്ങനെ വേണമായിരുന്നോ അല്ലായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ അതിനകത്ത് നഷ്ടം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് കേസ് നടത്തി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിനകത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യവും ഇപ്പോഴും അന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് നഷ്ടം രാജ്യത്താകെ പല സ്ഥാപനങ്ങൾക്കും പിന്നെ UTIക്കൊക്കെ പണ്ട് വന്നതുപോലെ പല സ്ഥാപനങ്ങളുടെയും നിക്ഷേപത്തിനകത്ത് ആ സമയത്ത് വന്ന നഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ബോർഡിൻ്റെ തീരുമാനവും നിയമപരമായ നടപടിക്രമങ്ങളും നടക്കുന്നുണ്ട്. അതിനൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ KFC കിട്ടാക്കടം ഏത് സ്ഥാപനത്തിനുണ്ട്, ഇത് മാത്രമല്ല, അല്ലാതെയുള്ള കിട്ടാക്കടം ഉൾപ്പെടെ ഉണ്ട്. അതിനകത്തെല്ലാം ഏറ്റവും കുറച്ച് NBA ഉള്ള ഒരു സ്ഥാപനമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. NBAയുടെ റേറ്റിംഗ് നോക്കിയാൽ നമുക്ക് ഒരു ഒന്നാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് 2,000 കോടിക്കോ 2,500 കോടിക്കോ അടുത്ത് മാത്രം ബിസിനസ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഗവൺമെൻറ് വന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് 4,000 കോടിക്ക് അടുത്തായിരുന്നു ടോട്ടൽ ബിസിനസ്. അതിപ്പോൾ 8,000 കോടിയിലേക്ക് എത്തുകയാണ്. ലാഭം വർദ്ധിച്ചും കൃത്യമായി ചിട്ടപ്പെടുത്തിയൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ആ ശ്രദ്ധാപൂർവമായി ചെയ്യുന്ന ആ ബോർഡുകളെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നിയമപരമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായി വന്നിട്ടില്ല എന്നുള്ളൊരു തരത്തിലാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അല്ലെങ്കിൽ അതിങ്ങനെ കിടക്കുമല്ലോ. അല്ല, അതിനകത്താണ് ഈ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 ആണ്. ഈ KFCക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം മാറിയാലേ നമ്മുടെ KFCയുടെ പല കാര്യത്തിലുള്ള പരിധികൾ പോലും മാറ്റാൻ പറ്റും. അപ്പോൾ കേന്ദ്ര നിയമമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിൽ ഒന്നാണ് കേരളത്തിലെ KFC. അതിന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ലാഭത്തിലാണ്. ഈ കിട്ടാക്കടം പരമാവധി കുറച്ച് വലിയ തോതിൽ കടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഈ സ്ഥാപനം. അത് പല കടവും കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ ആളുകൾ കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് പലിശ കുറയ്ക്കുകയും ആളുകൾക്ക് കൊടുക്കുന്ന പലിശ കുറയ്ക്കുകയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഷെയർ ക്യാപിറ്റൽ വർദ്ധിപ്പിച്ചാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഈ 33ാമത്തെ വകുപ്പ് ഫണ്ട്സ് പിന്നെ ഫണ്ട്സ് ഓഫ് ദി ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എവിടെയാണ് ഇടേണ്ടതെന്ന് പറയുന്നുണ്ട്. 34 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് പറയുന്നുണ്ട്. അതിനകത്ത് റിസർവ് ബാങ്കിൻ്റെ മറ്റു നോംസ് അനുസരിച്ചിട്ട് 34 ഈ വകുപ്പിനനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാതെ നിയമപരമല്ലാതെ വളരെ സീനിയർ ഒഫീഷ്യൽസ് നയിക്കുന്ന ഒരു കമ്പനിയുടെ ബോർഡ് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ നിയമം അനുസരിച്ചിട്ട് തന്നെയൊക്കെയാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് പൊതുവിൽ ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അല്ല, ഇന്ന് രാവിലെ ഈ സമയം തീരുമാനിച്ചതൊക്കെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം പറയേണ്ടതാണ്. അത് മാത്രമല്ല, മറ്റൊരു MLA ഇന്ന് അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ സമയം എന്നോട് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞത് പുഷ്പാർച്ചന നടക്കുന്ന സമയത്തൊരു പത്രസമ്മേളനം, പ്രസംഗം നടക്കുന്ന സമയത്ത് മറ്റൊരു പത്രസമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അത് പത്രപ്രവർത്തകരായ നിങ്ങൾ ചോദിച്ചതുപോലെ ശ്രദ്ധ തിരിക്കാനും അവരുടെ രാഷ്ട്രീയം ഉണ്ടാവും ഇനി. രണ്ടാമത് പറഞ്ഞതും അടിസ്ഥാനരഹിതമായൊരു കാര്യം തന്നെയാണ്. ആ പത്രസമ്മേളനം നേരത്തെ നിയമസഭയിൽ പറഞ്ഞും പുറത്തു പറഞ്ഞും ഒക്കെ തീർന്ന ഒരു കാര്യം സംബന്ധിച്ച് ഇന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സർവീസ് ടാക്സിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് നിങ്ങളത് ഉദ്ദേശിച്ച അതാണല്ലോ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അത് സംബന്ധിച്ചും യാതൊരു അവ്യക്തതയും ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം GST വന്നതിന് ശേഷം GST രജിസ്ട്രേഷൻ ഉണ്ട്. GST വരുന്നതിന് മുമ്പ് സർവീസ് ടാക്സ് കൊടുക്കുന്നതിൻ്റെ നിയമം സംസ്ഥാന സെൽ ടാക്സ് അല്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം. സെൻട്രൽ ഗവൺമെൻറ്റാണ് അന്നത്തെ സർവീസ് ടാക്സിൻ്റെ അതോറിറ്റി. സർവീസ് ടാക്സ് സംബന്ധിച്ച് അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഓഫീസിൽ ചോദിച്ചു, ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ ചോദിച്ചു, അല്ലെങ്കിൽ മനോരമയുടെ ഓഫീസിൽ ചോദിച്ചു, അല്ലെങ്കിൽ കൈരളിൻ്റെ ഓഫീസിൽ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഇന്ന സാധനം ഉണ്ടോ? ഞങ്ങളുടെ കയ്യിൽ അതില്ല എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഒരു ഓഫീസിൽ, ബാംഗ്ലൂരിലെ ഒരു ഓഫീസിൽ ചോദിച്ചു, അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല എന്ന് പറഞ്ഞാൽ വിവരമേ ഇല്ല എന്നല്ല അർത്ഥം. അപ്പോൾ അത് സംബന്ധിച്ചും വാസ്തവത്തിൽ നേരത്തെ ധാരാളം പറയുകയും ഏകദേശം അടിസ്ഥാനരഹിതമാണെന്നൊക്കെ തെളിഞ്ഞ് പൂർണ്ണമായും സമൂഹം തള്ളിക്കളഞ്ഞൊരു കേസ് ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനകത്ത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണും. അത് LDFന് നേരെയല്ല, UDFനകത്തെ കണക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അത് അവരോട് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനല്ല പറഞ്ഞ, ധനമന്ത്രിയെ കൊണ്ട് CPM കള്ളം പറയിപ്പിച്ചു എന്നാണ്. ഞാനത് കണ്ടു, അല്ല വായിച്ചു. വാസ്തവത്തിൽ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് സർവീസ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രേഖകളിൽ വരുന്നതല്ല. ഈ സർവീസ് ടാക്സ് ആ സമയം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. സർവീസ് ടാക്സ് GST വന്നപ്പോഴാണ് GSTക്ക് അകത്തേക്ക് വന്നത്. സർവീസ് ടാക്സ് കേന്ദ്രം മാത്രം പിരിച്ചുകൊണ്ടിരുന്ന സർവീസ് ടാക്സ് GSTയുടെ ഭാഗമായത് അതിനുശേഷമാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരായ പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ അഴിമതി ആരോപണത്തിൽ വിശദീകരണം നൽകുകയായിരുന്നു ധനമന്ത്രി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം UDFനകത്ത് തന്നെയുള്ള കണക്കുകൾ തീർക്കാൻ വേണ്ടിയാണ് VD സതീഷിന്റെ വാർത്താ സമ്മേളനം. പെരുന്നയിൽ രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം നടക്കുന്ന അതേ സമയത്താണ് VD സതീഷിന്റെയും മാത്യു കുഴൽനാടൻ്റെയും വാർത്താ സമ്മേളനം ഉണ്ടായത്. കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളുടെ സൂചനയാണ് ഈ വാർത്താ സമ്മേളനത്തിലെ സമയത്തിൻ്റെ പ്രശ്നം എന്ന ഒരു ആരോപണം മുന്നോടി ഉന്നയിക്കുകയാണ് ധനമന്ത്രി.